പുറത്ത് പറയാൻ പറ്റാത്ത അശ്ലീലമായിട്ടുള്ള എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത്. ഇത്ര ചെറിയ വീട്ടിൽ CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ സ്റ്റാപ്ലർ അടിച്ച് കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിന് പിന്നിൽ ഹണി ട്രാപ്പാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുൻ വൈരാഗ്യമാണോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. നമസ്കാരം. പത്തനംതിട്ട കോയിപ്രയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വാർത്ത, അതായത് ജയേഷ് രശ്മി ദമ്പതികളുടെ വീടിനുള്ളിൽ 2 ചെറുപ്പക്കാരകപ്പെടുന്നു. ഈ ചെറുപ്പക്കാരെ സ്റ്റാപ്ലർ ഉപയോഗിച്ചുകൊണ്ടും കുരുമുളക് സ്പ്രേയൊക്കെ അടിച്ചുകൊണ്ടും വലിയ ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ഈ വഴിയൊക്കെ വളരെ ദുർഘടമായ ഒരു വഴിയാണ്. ഈ വഴിയിലൂടെ നമ്മൾ ഈ വീട്ടിലെത്തുമ്പോൾ കണ്ട ചില കാഴ്ചകൾ, അതോടൊപ്പം ഇവിടുത്തെ നാട്ടുകാരും അയൽക്കാരും ഒക്കെ ഞങ്ങളോട് പങ്കുവച്ച ചില കാര്യങ്ങളാണ് ഈ തുറന്നു പറയുന്നത്. ഇവിടെ നമ്മൾ ഈ വീട് കാണുമ്പോൾ തന്നെ ഇവിടെ വർഷങ്ങളായി താമസിച്ചിരുന്ന വീടാണോ എന്നുള്ളതാണ്. കാരണം യാതൊരു തരത്തിലും വീടിൻ്റേതായിട്ടുള്ള യാതൊരു രീതിയിലുള്ള കാര്യങ്ങളുമില്ല. കാരണം അത്രത്തോളം അഴുക്ക് പുരണ്ട രീതിയിലും വൃത്തികേടാക്കി തന്നെയാണ് ഈ വീടിട്ടിരിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു 2 ചെറുപ്പക്കാരെ ക്രൂരമായി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാവുന്നില്ല. കാരണം തൊട്ടടുത്ത വീടുകളിലുള്ളവർക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ എന്താണ് സെപ്റ്റംബർ 1 നടന്നത്. 2 ചെറുപ്പക്കാർ ആലപ്പുഴയിൽ നിന്നും റാന്നിയിൽ നിന്നും എത്തിയ 2 ചെറുപ്പക്കാർ ഈ വീട്ടിലേക്ക് വരുന്നു. ഇവിടെ വെച്ച് ഈ യുവാക്കൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. ഈ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോഴും ഈ ക്രൂരമായ ആക്രമണത്തിന് മുന്നേ നിൽക്കുന്നത് തന്നെ രശ്മിയാണ്. പ്രതിയായ രശ്മിക്ക് എന്താണ് ഈ യുവാക്കളുമായുള്ള ബന്ധം? എങ്ങനെയാണ് ഈ യുവാക്കൾ ഇവിടെ എത്തിയത്? രശ്മി ഫോൺ ചെയ്തത് പ്രകാരമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ രശ്മിയും ജയേഷുമായുള്ള വിവാഹം നടക്കുമ്പോൾ രശ്മിക്ക് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു. പ്രായപൂർത്തിയാകാത്ത രശ്മിയെ ജുവനൈൽ ഹോമിൽ പാർപ്പിച്ചതിന് ശേഷം പിന്നീട് 18 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവരുമ്പോൾ ജയേഷിൻ്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അമ്മയ്ക്ക് പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ തന്നെ ഉണ്ടായിരുന്ന വീടിൽ വിളക്കൊക്കെ വെക്കുന്ന കാവ് പോലെയൊക്കെ സൂക്ഷിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ മണ്ഡലകാലമാകുമ്പോഴും അതോടൊപ്പം തന്നെ പളനിയിലും ഒക്കെ പോകുമ്പോൾ വേലൊക്കെ കുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ നേരത്തെ ആഭിചാര കർമ്മങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിച്ചത്. എന്നാൽ ഇത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഹണി ട്രാപ്പും അതിനപ്പുറം നടക്കുന്ന ചില കാര്യങ്ങളുമാണ് നമ്മൾക്കിവിടെ വ്യക്തമാകുന്നത്. നാട്ടുകാരടക്കം പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ജയേഷിന് പുറത്തുള്ള ആളുകളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. രശ്മി മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് പോലും ആർക്കും ജയേഷിന് ഇഷ്ടമല്ല. രശ്മിയുടെ 2 കുഞ്ഞ് മക്കളുമായിട്ട് ഇവിടെ താമസിക്കുമ്പോഴും വീടിന് പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ ജയേഷ് അയൽക്കാരുമായി സംസാരിക്കാനൊക്കെ വിലക്കുമായിരുന്നു. ഈ ഒരു സംഭവത്തിൽ സെപ്റ്റംബർ 1 ഓണ സമയമായതുകൊണ്ട് തന്നെ അയൽക്കാരോ അവരൊക്കെ തന്നെ ബന്ധുക്കളുടെ വീട്ടിലും മറ്റ് സാധനങ്ങളൊക്കെ മേടിക്കുന്നതിനും പോയിരുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്താണ് അന്ന് നടന്നത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായി അയൽക്കാർക്ക് പോലും പറയാൻ പറ്റാത്തത്. ഈ പ്രതിയായ രശ്മിയുടെ ഫോണിൽ ഇപ്പോൾ നിലവിൽ 5 വീഡിയോ ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 5 വീഡിയോ ദൃശ്യങ്ങളിലും 19കാരനായ ഒരു യുവാവിനൊപ്പം വിവസ്ത്രനായി നിൽക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഇതാണ്. രശ്മിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ജയേഷ് ഇത്തരത്തിൽ വീഡിയോകൾ എടുക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ പുരുഷന്മാരെ ഹണി ട്രാപ്പിൽ കൊടുക്കുകയും അതുവഴി സാമ്പത്തികം ഉണ്ടാക്കുകയും ചെയ്യുന്നതായിരിക്കാം ഒരുപക്ഷെ ഇവിടെ നടക്കുന്നത്. കാരണം ഇത്ര ചെറിയ വീട്ടിൽ CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഒരു പുറത്തുനിന്നുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ദുരൂഹമായ ചില കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തികൾ ഇവിടെ അല്ലെങ്കിൽ ഒരു പുറത്ത് പറയാൻ പറ്റാത്ത അശ്ലീലമായിട്ടുള്ള എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത്. ഏതായാലും കോയിപ്ര പോലീസാണ് ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് നമ്മൾക്ക് കേൾക്കാം. ഇവിടുത്തെ അയൽക്കാരിയായിട്ടുള്ള ധന്യയാണ് കൂടെയുള്ളത്. ധന്യ, ഇത്രയും നാളായിട്ട് ഇവിടെ താമസിച്ചിട്ടും ഇവരുമായിട്ടൊന്നും യാതൊരു കോണ്ടാക്റ്റും ഇല്ലല്ലേ? ഞങ്ങൾ അങ്ങനെ സഹകരണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവന് ദൂരെ എവിടെയോ ജോലിക്കൊക്കെ പോകുമ്പോൾ പിള്ളേരെയും കൊണ്ട് അവള് പിന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവനില്ലാത്ത സമയത്ത്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോട് സഹകരണമോ മിണ്ടത്തൊന്നുമില്ല. പിന്നെ 2 പേരും പോകുന്ന കാണാം, പിന്നെ വരുന്ന കാണാം. സ്പീഡിലാണ് പോകുന്നതും വരുന്നതും ഒക്കെ. ഈ ജയേഷിന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ജയേഷ് കൊഴുതില്ല. എപ്പോഴും അവനിങ്ങനെ ഫോൺ വിളിച്ചോണ്ട് സാധാരണ സംസാരിച്ചു പോകുന്ന പോലെ പോവുകയും വരികയും അങ്ങനെയൊക്കെ ഉള്ളു. അല്ല നമ്മൾ അവനെ പറ്റി ഒന്നും ജയേഷിന്റെ നാടാണോ അതോ? ജയേഷ് ഇവിടെ ജയേഷിന്റെ ഒക്കെ ചെറുപ്പത്തിലെ അവരിവിടെ താമസിക്കാൻ വരുന്നത് അമ്മയും അച്ഛനും. ഈ ഒരു മീഡിയയിലൊക്കെ കാണുന്നത് പോലെ ഇവിടെ എന്തോ ആഭിചാര കർമ്മങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും അപ്പൊ ഈ പട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ വേല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനൊന്നും ഇല്ല. അതൊക്കെ നേരത്തെ എങ്ങാണ്ട് ഇവര് എനിക്ക് അമ്പലത്തിലൊക്കെ പോയപ്പോഴാണ് കിട്ടിയത്. അല്ലാതെ ഇവിടെ അങ്ങനത്തെ ഒന്നും. അപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് ശരിക്കും ഒരു ആഭിചാര പ്രവർത്തിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല.
അങ്ങനൊന്നുമല്ല. അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ഞങ്ങള് അങ്ങനൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ അറിയത്തില്ല എന്തോ ഇവിടെ നടന്ന് നമ്മളിങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല, ഞങ്ങൾക്ക് കാണത്തുമില്ല. ഫ്രണ്ട് ഇങ്ങോട്ടായത് കൊണ്ട് ഇവിടെ എന്താ നടക്കുന്നത് അറിയാൻ എന്നാൽ നിങ്ങൾ തൊട്ടടുത്ത് അല്ലെ വളരെ ക്ലോസ് ആയിട്ട് ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രം താമസിക്കുന്നവരാണ്. എന്നിട്ട് പോലും അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവർക്ക് ഒന്നും തന്നെ അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചാനലൊക്കെ ഇവിടേക്ക് വന്നൊഴുകിയപ്പോഴാണ് ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നു എന്നുള്ളത് അല്ലെ. അതെ, ഞങ്ങൾ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാരും വിരുന്നിനും അവിടെ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒന്നും അറിയത്തുമില്ലായിരുന്നു. സൗണ്ട് കേട്ടാൽ നമ്മൾ അറിയത്തില്ല. പിന്നെ ഇവൻ ഫോൺ വിളിക്കുന്നതും സംസാരിക്കുന്നതും പിള്ളേരുമായിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ഉള്ളു. നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു എന്തുവാ നടക്കുന്നത്, നമ്മൾ അങ്ങനെ ശ്രദ്ധയൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാര്യം അങ്ങനെയായിട്ട് നമ്മള്. ജയേഷും രശ്മിയും തമ്മിൽ നിലവിൽ എന്തെങ്കിലും അങ്ങനൊന്നും പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഉള്ളവർക്കോ ഒന്നും തന്നെ പറയാനില്ലേ. ചേച്ചി ഇവിടെ കാലങ്ങളായിട്ട് താമസിക്കുന്നതാണോ? അല്ല, എന്റെ വീടായത്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നെന്നുള്ളതേ ഉള്ളൂ. എനിക്കൊന്നും അറിയത്തില്ല. ഈ സംഭവങ്ങളൊന്നും തന്നെ അറിയില്ല. എനിക്കൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പൊ ചേച്ചിക്കൊന്നും തന്നെ അറിയത്തില്ല. കാരണം ജയേഷിനെ കുറിച്ച് ഞങ്ങള് ആ കൊച്ചു പിള്ളേരെ അന്നൊക്കെ കുഴപ്പമൊന്നും ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ വരുമ്പോ പിള്ളേരെ കാണുകയൊക്കെ ചെയ്യും. അങ്ങനെ സഹകരണമൊന്നുമില്ല. പിന്നെ അവരമ്മ കാണുമ്പോൾ മിണ്ടുകയൊക്കെ ചെയ്യുന്ന അവരമ്മയുള്ള സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, അവരുടെ വിഷയങ്ങളൊന്നും. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ ഇതൊരു വീടാണോ എന്ന് തന്നെ അല്ലേ നോക്കുമ്പോഴത്തേക്ക്. അതെ. നിങ്ങൾ അയലത്തായിരുന്നിട്ട് പോലും നിങ്ങൾ ഇപ്പോഴാണ് ഈ വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഞാൻ വന്നിട്ടേ ഇല്ല ഇങ്ങോട്ട്. വന്നിട്ടേ ഇല്ല. ഇവിടെ വന്നാൽ പോലും ഞാൻ ഇങ്ങോട്ട് വരുവല്ല. പിന്നെ അവരമ്മ കാണുവാണെങ്കിൽ വിളിച്ച് അങ്ങോട്ട് സംസാരിക്കുക, അല്ല നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇന്നലെ TV കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഇവിടെ ആണെന്നും ഒക്കെ ചരൽക്കുന്നെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അവിടെ എന്തോ ഈ വിഷയം, ഇവരുടെ പേര് നമുക്കറിയാം ഇന്ന ആളാന്നുള്ളത്. പക്ഷെ പിന്നീടാണ് അന്താരിമണ്ണെന്നൊക്കെ കേട്ടപ്പോഴാണ് ഇന്ന ആളാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ നമ്മുടെ തൊട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും അയലത്തുകാർക്ക് ആർക്കും കണ്ടെത്താനോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഇവിടെ വിഷയം നടന്നതെന്നോ അറിയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. നിലവിൽ കോയിപ്ര പോലീസാണ് ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും ഒത്തിരി ദാരുണമായ അല്ലെങ്കിൽ വളരെ അപൂർവമായ ഒരു സംഭവം തന്നെയാണ്. 2 യുവാക്കൾ ഇത്തരത്തിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ സ്റ്റാപ്ലർ അടിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിന് പിന്നിൽ ഹണി ട്രാപ്പ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുൻ വൈരാഗ്യമാണോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൻ, വിസ്മയ ന്യൂസ്.